കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അവർക്കിടയിൽ, അടിമയുടെയും ഉടമയുടെയും ഇടയിൽ മറയായി നിൽക്കുകയാണ്. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അടിമയുടെയും ഉടമയുടെയും ഇടയിൽ മറയാ. അതാണ് പ്രശ്നം. അതൊരു സെക്കൻഡ് അലിയിച്ച് കളയാനും കഴിയും. ഇനി അതും വേണം പറയാൻ. ഒരു സെക്കൻഡ് കൊണ്ട്, ഈ സെക്കൻഡ് കൊണ്ട് ഈ മറ ഇല്ലാതാക്കാൻ കഴിയും. പക്ഷെ എന്ത് വേണം? അടിമ ഉടമയെ വിശ്വസിക്കണം. സ്വർഗത്തിൽ നരകത്തിൽ വിശ്വസിച്ചാൽ പോരാ, കടത്തിന് വിശ്വസിച്ചാൽ പോരാ, നാട്ടുകാർക്ക് പൈസ ഉണ്ട് കൊടുക്കാണ്ടല്ലോ എന്നുള്ള കാര്യം വിശ്വസിച്ചാൽ പോരാ, ഉടമക്കാരൻ വിശ്വസിക്കണം. പ്രശ്നം നമ്മൾക്ക് കടം വിശ്വാസമുണ്ട്, ബാങ്കിലെ കടം വിശ്വാസമുണ്ട്, ആളുകളെ മുന്നിൽ നമ്മളെ കോളർ പിടിക്കുന്ന വിശ്വാസമുണ്ട്. ആരെ വിശ്വാസമല്ല? അള്ളാഹുവിന് വിശ്വാസമല്ല. അത് യാതൊരു സംശയം വേണ്ട. അള്ളാഹുവിന് വിശ്വാസമില്ല. അള്ളാഹുവിന് വിശ്വാസമില്ല. അള്ളാഹുവിന് വിശ്വാസം, പിന്നീട് നിനക്കൊരു വിശ്വാസം, പിന്നെ ഏതെങ്കിലും ഒരു, അതല്ലല്ലോ അള്ളാഹുവിന് വിശ്വാസം. അള്ളാഹുവിന് വിശ്വാസം എന്താ? അള്ളാഹുവിന് വിശ്വാസം എന്നാൽ പൂർണ്ണമായി സറണ്ടർ ആവല. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല, ഇലാഹി ലസ്തു. അഞ്ചോത്ത് നിസ്കരിക്കണോ? ഇത് പാടുമോ? ഇത് പാടണമെങ്കിലോ, മനസ്സറിഞ്ഞ് പാടണമെങ്കിൽ സറണ്ടർ ആണ്. നിസ്കരിക്കാത്തവൻ പാടും സ്വാഭാവികമായി. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല, പടച്ചോനെ ഞാൻ സ്വർഗത്തിന് അവകാശിയല്ല. ജീവിതത്തിൽ ഇക്കാലം വരെ നിസ്കാരം കളയാകാത്തൊരു മനുഷ്യൻ ഇതെന്തിനാ പാടുന്നത്? അവൻ പാടും. അവൻ ആരാണെങ്കിൽ റബ്ബിൽ സറണ്ടർ ആയിട്ടുണ്ടെങ്കിൽ പാടും. സറണ്ടർ ആകാത്ത നിസ്കരിക്കുമ്പോൾ മനസ്സിലാക്കും എനിക്ക് സ്വർഗം ഉണ്ടാവും. പിന്നെ ഞാൻ ഇങ്ങനെ ബേജാറായേണ്ട ആവശ്യമില്ല. പിന്നെ തമ്മാടിയും പാടും. അള്ളാഹുവിനെ മനസ്സിലാക്കാതെ നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് തമ്മാടിയായി അള്ളാഹിനെ പേടിക്കലാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? കയറിയിരിക്കും, കയറിയിരിക്കും. രാവിലെ വന്ന ആളുകൾക്ക് ചായ കുടിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവിടെ ചായ ഉണ്ട് കേട്ടോ, ചായ കുടിക്കണേ. നമുക്കൊക്കെ തരാൻ വേണ്ടി ഇവിടെ രാവിലെ വന്ന് നേർച്ചയാക്കുന്ന ചായകളാണ് ഓരോ ആളുകൾ. അള്ളാഹു അവരൊക്കെ പ്രയാസങ്ങൾ നീക്കി ഖൈറും റഹ്മത്തും നൽകട്ടെ. ഞാൻ പറഞ്ഞില്ലേ, അള്ളാഹുവിനെ അറിഞ്ഞ് നമ്മൾ അള്ളാഹുവിനെ അറിയാതെ ഇബാദത്ത് ചെയ്ത് അഹങ്കരിച്ച് നടക്കുന്നതിനേക്കാൾ നല്ലത് തമ്മാടിത്തരം ചെയ്ത് അള്ളാഹുവിനെ പേടിച്ച് നടക്കില്ല. അപ്പോഴും ഞാൻ അറിയും. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. തമ്മാടിത്തരം ചെയ്തവനും ചിലപ്പോൾ അള്ളാഹുവിനെ അറിയും. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല, പഠിച്ചോനെ ഞാൻ സ്വർഗത്തിന് അവകാശിയല്ല. നരകത്തിന് അനുഭവിക്കാനുള്ള കരുത്തൊന്നും എനിക്കില്ല. അപ്പോൾ ഇവന്റെ അടുക്കൽ നരകാവകാശിയാണ്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല, പഠിച്ചോനെ അള്ളാഹു ഞാൻ സ്വർഗത്തിന് അവകാശിയല്ല. ജഹീമി, എന്നാൽ നരകത്തിനെ അനുഭവിക്കാനുള്ള കരുത്തൊന്നും എനിക്കില്ല. അപ്പൊ അവൻ സ്വർഗത്തിന് അവകാശിയല്ല, പിന്നെ നരകത്തിനാണ് അവകാശി. പക്ഷെ അതിനുള്ള കരുത്ത് എനിക്കില്ല. അവൻ അള്ളാഹുവിനെ തൊട്ട് അകന്നവനാണ് എന്ന് എനിക്ക് ബോധമുണ്ട്. വെറുതെ ഒരു പാട്ടല്ല, നമ്മൾ വെറുതെ പാടുകയാണ്. നമ്മൾ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ്. എന്താർത്ഥം? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്, ഏറ്റവും വളർമയുള്ളവനായ അള്ളാഹു എനിക്ക് മതി. മാഫി ഖൽബി ഗൈറുല്ലാഹ്, അള്ളാഹ് അല്ലാത്ത ഒരാളും എൻ്റെ ഹൃദയത്തിൽ ഇല്ല എന്നാണ് പറഞ്ഞതിനർത്ഥം. അത് പച്ച നുണയാണ് നമ്മൾ പറയുമ്പോൾ. നമ്മളെ കൽബിൽ അള്ളാഹ് അല്ലാത്ത എല്ലാവരും ഉണ്ട്, ആരില്ല? അതല്ല, ഇതൊരു നുണയാണ്. ഇതൊക്കെ ഒരു നുണ. അത് കുട്ടികളെ തൊട്ടിലിട്ട് ഉറക്കാൻ പറ്റിയ ഒരു പാട്ട്. ചെല്ലി രാവിലെ വന്നിട്ട് ഓന്തിരിക്കണമാതിരി ഇരിക്കണ്ട. എന്താ ഈ പറഞ്ഞ തലയൊക്കെ കയറ്റി? എന്റെ ഹൃദയത്തിലില്ല ഗൈറുല്ലാഹ്, അല്ലാഹ് അല്ലാത്ത ഒരാളും എന്റെ ഹൃദയത്തിലില്ല. നേരെ ഓപ്പോസിറ്റ് അടിച്ചാൽ മതി. ഇത് അള്ളാഹ് മാത്രം എൻ്റെ ഹൃദയത്തിലില്ല, ബാക്കി എല്ലാവരും എൻ്റെ ഹൃദയത്തിൽ. എൻ്റെ ഹൃദയത്തിൽ ദുബായ് ഉണ്ട്, എൻ്റെ ഹൃദയത്തിൽ സൗദി ഉണ്ട്, എൻ്റെ ഹൃദയത്തിൽ ഉംറ വിസക്ക് വെച്ച് ചാടണമെന്നുണ്ട്, എൻ്റെ ഹൃദയത്തിൽ റിയൽ എസ്റ്റേറ്റ് കച്ചവടം ഉണ്ടാക്കണമെന്നുണ്ട്,
എൻ്റെ ഹൃദയത്തിൽ വൈകുന്നേരം നമുക്ക് എങ്ങനെയെങ്കിലും ഒരു 100-1000 റുപ്യ കയ്യിലാക്കണമെന്നുണ്ട്. പറയേ എൻ്റെ ഹൃദയത്തിൽ പറയേ ഖത്തറിൽ എങ്ങനെയെങ്കിലും ഒന്ന് പോയിട്ട് കിട്ടിയെങ്കിലും മതിയായിരുന്നു എന്ന്. അങ്ങനെ ഉണ്ട്, ഒക്കെ ഉണ്ട്. എല്ലാം എങ്ങനെയെങ്കിലും അത് നരകത്തിലേക്കുള്ള ആ പന്ത് കളി ഒന്ന് കണ്ടിരുന്നെങ്കിൽ മതിയായിരുന്നു. അങ്ങനെ ഉണ്ട്, പലതും ഉണ്ട്. എന്തില്ല അതല്ല. പക്ഷെ പാട്ടെങ്ങനെയാ പറയണോ പറഞ്ഞോളി കുറെ കാലായി പാടുന്നു. പാടിക്കോളൂ, പച്ചോണ പാടി. ണെങ്കിൽ ഇവിടെ വരണ്ടില്ല. എൻ്റെ ഹൃദയത്തില് അല്ലല്ലാത്ത ഒരാള് ഇല്ലെങ്കിൽ ഇവിടെ രാവിലെ 4 മണിക്ക് എണീറ്റിട്ട് തൃശ്ശൂരിന്ന് വരണ്ടേ ഒരാവശ്യമില്ല. എൻ്റെ ഹൃദയത്തിൽ ആര് മാത്രം ഉള്ളെങ്കിൽ അതാ നിന്ന് 4 മണിക്ക് എണീറ്റിട്ട് തൃശ്ശൂരിൽ നിന്ന് പാഞ്ഞു വന്നവർ ഈ കൂട്ടത്തിലുണ്ട്. പലരുണ്ട്, കണ്ണൂരിൽ വന്നവരുണ്ട്, ദൂരെ നിൽക്കുന്ന വന്നവർ. എന്തിനു ചെയ്യുന്നു? നിന്റെ ഹൃദയത്തിൽ അല്ലാഹു അല്ലാത്ത ഒരാളും ഇല്ലെങ്കിൽ എന്തിനോടൊന്നു എന്റെ ഹൃദയത്തിൽ അല്ലാതെ ഒരാളും ഇല്ല. നിന്റെ ഹൃദയത്തിൽ നിന്റെ കഷ്ടമുണ്ട്, നിന്റെ നഷ്ടമുണ്ട്, നിന്റെ കച്ചവടം നടക്കുന്ന പീടിയ കച്ചവടം നടക്കാത്തതുണ്ട്, നിന്റെ സൂപ്പർ മാർക്കറ്റ് പൊളിഞ്ഞുണ്ട്, നിന്റെ മകന് ഗൾഫ് പോയിട്ട് ജോലി ഇട്ടാത്തതുണ്ട്, എനിക്ക് പലതുമുണ്ട്. നിനക്ക് എന്താ പറയുക ബ്ലോക്ക് പറ്റിയതുണ്ട്, നിനക്ക് ഷുഗർ കൂടിയതുണ്ട്, പലതുമുണ്ട്. ആരില്ല എന്റെ ഹൃദയത്തിൽ അന്നുണ്ടെങ്കിൽ എനിക്ക് കുറ്റാളിത്തുമുണ്ടാ. എന്താവണം? അടിമ ഉടമയിൽ സറണ്ടർ ആവണം. എപ്പോഴാണ് ഒരു മനുഷ്യൻ ഖനിയാവുക? എപ്പോഴാണ് ഫഖീറാവുക? അപ്പോൾ ഖനിയാവും. എപ്പോഴാണ് ഖനിയാവുക? എപ്പോൾ ഫഖീറാണ്, അപ്പോൾ ഖനിയാവും. എപ്പോഴാണ് ഒരു മനുഷ്യൻ ഫഖീറാവും? എപ്പോഴാണ് ഒരു മനുഷ്യൻ മുതലാളിയാവുക? എപ്പോൾ ഫഖീറാണോ അപ്പോൾ മുതലാളിയായിരിക്കും. എപ്പോഴാണ് ഒരു മനുഷ്യൻ മുതലാളിയാവുക? എപ്പോൾ ഫഖീറാണോ അപ്പോൾ മുതലാളിയായിരിക്കും. എപ്പോൾ ഒരാൾ മുതലാളിയാവും? എപ്പോൾ ഫഖീറാണോ അപ്പോൾ മുതലാളിയാവും. എപ്പോൾ ഫഖീറാണോ എപ്പോൾ മുതലാളിയാണോ അപ്പോൾ ഫഖീറായിരിക്കും. തലക്ക് കയറ്റി ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. എന്താ ഫഖീറാവുക? അല്ലാഹുവിൽ ഫഖീറാവുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ മാത്രം ആവശ്യക്കാരനാവുക. അല്ലാഹുവിൽ ഫഖീറാവുക എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കൂല. അല്ലാഹുവിനെ കൊണ്ടേ നടക്കൂ എന്ന് ഖൽബിന് അങ്ങോട്ട് ബോധ്യപ്പെടുക. അപ്പോൾ അവൻ ഫഖീറാണ്, അപ്പോൾ അവൻ ഗനിയ. കാരണം അപ്പോൾ അവൻ്റെ അടുത്ത് ആരുണ്ട്? അല്ലാഹുണ്ട്. അല്ലാഹ് അല്ലാതെ ഫഖീറാവില്ല. അല്ലാഹ് അങ്ങെന്നാൽ ഫഖീർ അല്ലാതിരിക്കും. അതിൻ്റെ കൂടെ ഇല്ല ഏട്ടാ. ഈ കൊല്ലം പറയേണ്ട ഏറ്റവും വലിയ വർത്താനം ഇപ്പം 2 മിനിറ്റിനുള്ളിൽ പറഞ്ഞു. കൊല്ലം പറയേണ്ട ഏറ്റവും വലിയ വർത്താനാണ് ഇപ്പോൾ പറഞ്ഞു. എനിക്കും നിൽക്കുന്നത് മതി. എപ്പോഴാ മുതലാളിയാവുക? എപ്പോൾ ഫഖീറാണോ അപ്പോൾ മുതലാളിയായി. എന്താ ഫഖീറാവൽ? എനിക്ക് എന്നെ കൊണ്ടൊന്നും നടക്കൂല. ആരെക്കൊണ്ടേ നടക്കൂ? അള്ളാഹുവിനെ കൊണ്ടേ നടക്കൂ എന്ന ഒരു ഉറപ്പ് ഖൽബിന് വരിക. നാവിൽ വന്നാൽ പോരാ, ഖൽബിൽ വരിക. മനസ്സിലായില്ലേ? അല്ലാത്തൊരു കാര്യമല്ല. ഈ ദിവസം 1500 ആയത്തിൽ കുറിച്ച് എഴുതിയിട്ടും കാര്യമില്ല. അത് എലിവശം എലി തിന്നു തീർത്തതുപോലെ കൂറപ്പൊടി കൊണ്ടുവന്നിട്ട് കൂറ തിന്നു തീർത്ത് പള്ള നിറച്ച്. കൂറക്കൊരു കമ്മി ഉണ്ടായില്ല. എന്നത് എവിടെയാണ്? നമ്മൾ 1500 ആയത്തിൽ കുറിച്ച്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ഒരാൾ കൂറ പോകാൻ വേണ്ടിയിട്ട് കൂറപ്പൊടി ഉണ്ടെന്ന് അതൊക്കെ തിന്ന് ആര്? ബഹുമാനപ്പെട്ട കൂറ. ബഹുമാനപ്പെട്ട കൂറ എന്ത് ചെയ്തു? പറയടൂ. ബഹുമാനപ്പെട്ട കൂറ എന്ത് ചെയ്തു? കൂറപ്പൊടി മുഴുവൻ തിന്നിട്ട് വള്ള നിറച്ച് തടി കൂടി. കൂറപ്പൊടി തിന്നിട്ട് കൂറ ഫയൽമാനായി. കൂറയത്തോ പറയടോ? ഇല്ല, ഇത് ആധുനിക കൂറപ്പൊടിയാ, ആധുനിക കൂറയാണ്. അപ്പോൾ എന്തായി? ഒരു കുഴപ്പമില്ല. കൂറപ്പൊടി തിന്നിട്ട് കൂറ വെയിറ്റ് കൂടി. ബഹുമാനപ്പെട്ട കൂറ അങ്ങനെയാണ് നമ്മൾ ആയത്തിനെ കുറിച്ച്. പരലോകത്ത് കൂലിയിട്ടു അത് എനിക്കറിയാം. ഞാനവിടെ പോയി നോക്കിയിട്ടില്ലല്ലോ. ഈ ആയത്തിനെ കുറിച്ച് പരലോകത്ത് കൂലിയിട്ടുവാണ്. കുട്ടിയെ കാശാ കിട്ടിയേക്കും. എനിക്കതിൻ്റെ പണിയില്ല, എനിക്കതിൻ്റെ അറിവില്ല.
ഇത് ഞാനും നിങ്ങളൊക്കെ ഒരുപോലെയാണ്, അള്ളാഹു നമ്മളെ കാക്കട്ടെ. പക്ഷേ നമ്മൾ റബ്ബിൽ സറണ്ടർ ആയിട്ടുണ്ടെങ്കിൽ ഈ ആയത്തുൽ കുർസിയുടെ ഉള്ളടക്കം നമ്മുടെ ഖൽബിൻ്റെ ഉള്ളടക്കം ആണെങ്കിൽ ഒരു പ്രശ്നമില്ല. നമ്മളെ കാണുന്നത് എഴുത്താൻ പഠിയും. ഇതാ സലക ഉമറു ഫജ്ജൻ യസ്ലുകു ശൈത്താനു ഫജ്ജൻ ആഖർ. ശൈത്താൻ ഉമർ ഒരു വഴിയിൽ കയറിയാൽ പിശാച് അടുത്ത വഴിയിലേക്ക് ഓടും. മുഹമ്മദ് മുസ്തഫ നബിയാണോ? ഉമർ എന്നാൽ നബിയാണോ? അല്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? ആരാണ് ഉമർ റളിയല്ലാഹു? ആരാണ് ഉമർ? ഖത്താബിന്റെ കഴുത മുസ്ലിമായാലും ഖത്താബിന്റെ മകൻ മുസ്ലിമാവുകയില്ല എന്ന് ആണയിട്ട് മക്കയിൽ പ്രതിജ്ഞ ചെയ്ത ഹത്താ യുസ്ലിമ ഹിമാറു ഖത്താബ് ലാ യുസ്ലിമു ഇബ്നുൽ ഖത്താബ് ഹത്താ യുസ്ലിമ ഹിമാറു ഖത്താബ്. ഖത്താബിന്റെ കഴുത മുസ്ലിമായാലും ഖത്താബിന്റെ മകൻ മുസ്ലിമാവൂല പറഞ്ഞ ആളാണ് ഉമർ റളിയല്ലാഹു. എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? ലാ യുസ്ലിമു ഇബ്നുൽ ഖത്താബി ഹത്താ യുസ്ലിമ ഹിമാറുൽ ഖത്താബ്. ഖത്താബിന്റെ മകൻ മുസ്ലിമായ ഖത്താബിന്റെ കഴുത മുസ്ലിമായാലും ഖത്താബിന്റെ മകൻ മുസ്ലിമാവുകയില്ല ഇത് പറഞ്ഞ. ഖത്താബിന്റെ കഴുത മുസ്ലിമായാലും ഖത്താബിന്റെ മകൻ മുസ്ലിമാവൂല എന്ന് പറഞ്ഞാൽ. പക്ഷേ ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് വാതിൽ തുറന്നു കിട്ടി. പിന്നെയോ ആ മനുഷ്യനെ കണ്ട ശൈത്താൻ പേടിയാണ്. അടിമയുടെയും ഉടമയുടെയും ഇടയിൽ പിന്നെ അവിടെ എന്തില്ല? മറല്ല. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇവിടെ വളരെ ചിന്തിക്കണം. ചിന്തിക്കുക. ഫഖീറായാൽ ഖനിയായി. എന്താണ് പറഞ്ഞതിനർത്ഥം? ഫഖീറാവുക, ആവശ്യക്കാരനാകുക. ആരിലേക്ക് മാത്രം? അല്ലാഹ്. ഒന്നിലേക്ക് ആവശ്യമില്ല, അതിലേക്ക് ആവശ്യമുണ്ട്. അല്ലാഹ്. വളരെ ചിന്തിക്കുക. ഒന്നിലേക്കും ആവശ്യമില്ല, ഒന്നിലേക്കും ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഒന്നിലേക്കും ആവശ്യമില്ല. മനസ്സിലായി പറ. അതിൻ്റെ മുമ്പുള്ള അവസ്ഥ നിനക്ക് പറ്റൂല. ഉദാഹരണം പറയാം. ഒരു മനുഷ്യന് ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സമ്പത്തിനെ ഒഴിവാക്കും. എന്തിന്? അവൻ ആ സമ്പത്ത് ഉപകരിക്കാൻ വേണ്ടി. ചില സമ്പത്ത് ഉണ്ടാകുമ്പോൾ അയാൾക്കത് ഉപകരിക്കില്ല. ചില സമ്പത്ത് നഷ്ടപ്പെട്ടാൽ അയാൾക്ക് സുഖം അനുഭവിക്കുകയും ഉപകരിക്കുകയും ചെയ്യും. 5 മീറ്റർ കോഴിക്കോട്ടെ അങ്ങാടിയിൽ നിന്ന് ഏറ്റവും വലിയ തുണിഷാപ്പിൽ നിന്ന് 5 മീറ്റർ തുണി വാങ്ങി. നിങ്ങളിൻ്റെ കൂടെ ഇല്ലേ? പറയണോ? കോഴിക്കോട് ഏറ്റവും വലിയ ഒരു തുണിഷാപ്പിൽ നിന്ന് 5 മീറ്റർ തുണി വാങ്ങി. എന്നിട്ടോ 5 മീറ്റർ തുണിയില്ലേ? ഉണ്ടോ ഇല്ലേ? പറയടോ, ഉണ്ടോ ഇല്ലേ? എന്താ പറഞ്ഞേ? പറ്റിക്കണമെന്നില്ല. നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഉദാഹരണം പറയല്ല. പറ്റിക്കണില്ല. കോഴിക്കോട്ടെ തുണിഷാപ്പിൽ നിന്ന് 5 മീറ്റർ തുണി വാങ്ങി. മനസ്സിലായി പറഞ്ഞത്? കോഴിക്കോട്ടെ തുണിഷാപ്പിൽ നിന്ന് 5 മീറ്റർ തുണി വാങ്ങി. കേട്ടോ? അപ്പുറത്ത് പുഴയിലിറങ്ങി കടലിലിറങ്ങി മുങ്ങിയപ്പോഴുള്ള കുപ്പായം പോയി എന്ന് സങ്കല്പിച്ചോ. പിന്നെ വേഗം കയറി കാറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ കുടിച്ച് മനുഷ്യന്മാർ കുപ്പായിടാതിരിക്കണം, കാണാൻ പാടില്ലല്ലോ. വേഗം എന്ത് ചെയ്ത് വേഗം 5 മീറ്റർ തുണി വാങ്ങി ഒരു കടയിൽ നിന്ന്. ഇപ്പോൾ ഇവൻ ഉടമക്കാരനാണ്. എത്ര മീറ്ററിൻ്റെ? പറയടോ. 5 മീറ്റർ ഉടമക്കാരനാണ്. വല്ല ഉപകാരമുണ്ടോ? ഒരു ഉപകാരമില്ല. നേരെ ടൈലർ എടുത്തില്ല. ടൈലർ കൈ കൊടുക്കും. ടൈലർ വിട്ടു. ഇവിടെ വെട്ടിക്കളയും, ഇവിടെ വെട്ടിക്കളയും, ഇവിടെ വെട്ടിക്കളയും, ഇവിടെ വെട്ടും, ഇവിടെ വെട്ടി, ഇവിടെ കളഞ്ഞ്, ഇവിടെ വെട്ടി, ഇവിടെ വെട്ടി, ഇവിടെ കുത്തി, ഇവിടെ വെട്ടി, ഇവിടെ ഒഴിവാക്കി. ഇപ്പോൾ ഒരു 3.25 മീറ്ററായി. ഇവിടെ ക്വാളിറ്റിയിലാക്കി കൊടുത്തു. പുകരിച്ചു. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. എന്താ ചെയ്തത്? ടൈലർ എന്താ ചെയ്യാ? ഈ 5 മീറ്ററിന് എങ്ങനെയെങ്കിലും ഇവിടെ ഒരു 4 കുടുക്കിട്ട് ഇവിടെ 4 കുടുപ്പിട്ട് ഇതാണോ ടൈലർ ചെയ്യുക? പറയടൂ. ടൈലർ എന്താ ചെയ്യുക? ടൈലർ ആദ്യം ഈ 5 മീറ്റർ ഇവിടെ അവിടെ വെച്ച് പറയും. അത് ഇജൊന്നും ഇവിടെ ഒന്ന് വെക്കും. എന്നിട്ട് ഇവൻ എങ്ങനെ നോക്കും? ഇവൻ എത്രയോ ഉപകരിക്കോ എന്ന് കണക്കാക്കും. ബാക്കിയോ? ബാക്കി ഉറക്കെ പറയടൂ. വിട്ടു. ഇവിടെ വെട്ടി, ഇവിടെ വെട്ടി, ഇവിടെ വെട്ടി, ഇവിടെ വെട്ടി, ഇവിടെ വെട്ടി, ഇവിടെ വെട്ടി, വെട്ടി. ഇപ്പൊ വേണ്ട കാര്യം ഇപ്പം ദരിദ്രനായി. നേരത്തെയോ മുതലാളി എത്രൻ്റെ? ഇപ്പോഴോ 3.25 മീറ്ററിന് മുതലാളി. അപ്പൊ ടൈലർ അപ്പം ഇടാനും പറ്റി. അൽഹംദുലില്ലാ. നമ്മൾ വലിയ മുതലാളിയാവുമ്പോൾ നമുക്കത് ഉപകാരം ഉണ്ടാവില്ല. അപ്പോൾ അല്ലാഹു തആല
അവിടെ വെട്ടി ഇവിടെ വെട്ടി ഇവിടെ വെട്ടി ഇവിടെ വെട്ടി ഹലാസ്. ഇപ്പൊ എന്തായി? അപ്പൊ നമ്മൾ പിന്നീട് അവർക്ക് പഠിച്ചോനെ 5 മീറ്റർ വൈഭവമാണ്, 5 മീറ്റർ തന്നത് വിടാൻ പറ്റൂല. ടൈലറോട് പറഞ്ഞൊന്ന് സങ്കല്പിക്കുക, എന്റെ കുപ്പാണ്ടാക്കിക്കോ, പക്ഷേ അതിലൊരു തുണ്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അനുമതിയാതിക്ക് പാർക്കണ ജീവിച്ചു പോണ ടൈലറാണെങ്കിൽ പറയും, പിന്നെ ഇവിടെ തന്നെ കുപ്പായ ഇത് വിടാവൂല, ഇത് എനിക്ക് തോന്നിയത് ഞാൻ വിട്ടു, ഞാൻ വെട്ടിയാലേ എനിക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പൊ നഗ്നനായി ഒരു ഉപകാരമില്ലാതെ ഈ തുണിശീല കൊണ്ട് ഒരു ഉപകാരവുമില്ലാതെ നടന്നപ്പോൾ ഇവൻ 5 മീറ്ററിന് മുതലാളിയായിരുന്നു. ഉപകരിച്ചപ്പോൾ ഇവൻ 3.25 മീറ്ററിന് മുതലാളിയായിരുന്നു. ഉപകരിച്ചപ്പോൾ മുതൽ കൂടിയോ കുറഞ്ഞോ? എന്തിനാ രാവിലെ വന്ന്? ഉപകരിച്ചപ്പോൾ മുതൽ കൂടിയോ മുതൽ കുറഞ്ഞോ? കുറഞ്ഞു. കുറഞ്ഞാലേ ഉപകരിക്കുള്ളൂ. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പൊ നമ്മൾ താരക്ക പഠിച്ചോനെ ഒരു തുണ്ട് പോകാൻ പാടില്ല, പോയിക്കോട്ടോ, പോയാലേ ഉപകരിക്കുള്ളൂ. മനസ്സിലായില്ലേ? നിനക്ക് ആരുണ്ട്? ഉറക്കപ്പറ ആരുണ്ട്? അല്ലാഹ്. ഇത് കൽബിൽ കയറ്റി, ഇത് കൽബിൽ കയറ്റിക്ക. ഒരാളെ വിശ്വസിക്കണ്ട. മൂല്യര് നാശവും ഉലമാവും ഖിയാമത്ത് നാളെടുക്കുമ്പോൾ ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും വലിയ മോശപ്പെട്ടവൻ മൂല്യന്മാരായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആരും വിശ്വസിക്കണ്ട. ആര് വിശ്വസിച്ചോ? എന്നർത്ഥം മൂല്യന്മാരൊക്കെ തള്ളണ്ട. അതേ സമയത്ത് അങ്ങനെ ആവും ചെയ്യും. ആരും ഉപകരിക്കില്ല. മൂല്യര് ഉപകരിച്ചോളുന്നുണ്ടോ? ഇല്ല. ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും നികൃഷ്ടന്മാർ പണ്ഡിതന്മാരാകുന്ന കാലം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ അവരെ പിന്നാലെ കൂടിയാലോ അവരിൽ നിന്നും ചതി ഉണ്ടാവും. ആരും ഉണ്ടാവില്ല. അല്ലാഹ് ഒരിക്കലും ഉണ്ടാവില്ല. അല്ലാഹു 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 അലൈഹി തവക്കൽ വല്ലാഹ് അല്ലാഹ് അല്ലാഹു. കൽബ് തുറന്ന്, കൽബ് തുറന്ന്. അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കൽ വല്ലാഹ് അല്ലാഹ് അല്ലാഹു. അതേതും അങ്ങനെയെന്നാണ്. നന്നാക്കിയെടുക്കണമെങ്കിൽ കളയേണ്ടത് കളയേണ്ടി വരും. ചില ദുരഭിമാനമുണ്ട്, അത് കളയേണ്ടി വരും. ചില പണുണ്ട്, അത് കളയേണ്ടി വരും. ചില മുതലുണ്ട്, അത് കളയേണ്ടി വരും. 110 കിലോ ഉള്ളവന് നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, ശ്വാസം വിടാനും വയ്യ. ശ്വാസം വിടുമ്പോൾ വരെ ഒരു പ്രത്യേകമായ ശബ്ദം. അങ്ങനെ അവൻ വലിയ ചികിത്സാരിയായ, പ്രകൃതി ചികിത്സാരിയായ ആളെടുത്ത് പോയി, എനിക്കിൻ്റെ ഒക്കെ തടിയൊക്കെ നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, തിന്നാൻ വയ്യ, കുടിക്കാൻ വയ്യ, ഒന്നിനും വയ്യ, ശ്വാസം വിടുമ്പോൾ വരെ ഒരു പ്രത്യേകമായ മൂക്കറെ കൂടി വരുന്നതിന് ഒച്ചയാണ്. എന്തിനു പരിഹാരം ഉണ്ടാക്കി തരണം? ആയിക്കോട്ടെ, പരിഹാരം ഉണ്ടാക്കി തരാം. ശരി, 4 ആഴ്ച ഇവിടെ കടന്നു. അപ്പം പറഞ്ഞു കിടക്ക അല്ലല്ലോ, പക്ഷേ നിന്റെ ഒരു തുണ്ട് ഇറച്ചി പോകാൻ പാടില്ല. ഞാൻ 110 കിലോ ഉണ്ട്, 110 കിലോ ആയിക്കൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ലെവലാക്കി തരണം എന്ന് പറഞ്ഞാൽ ഇജ് വേഗം വണ്ടി വിടാൻ നോക്കുന്നേ പറയുള്ളൂ. മനസ്സിലായോ? അതിൻ്റെ കൂടെ ഉണ്ടാ. അപ്പം എൻ്റെ ഇപ്പം പറയും ആ നിയമം ഇവിടെ പറയാൻ പറ്റൂല. ശ്വാസം നിനക്ക് പോകണമെങ്കിൽ 65 കിലോൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരണം. അപ്പോൾ നേരത്തുള്ള 110 കൊണ്ട് ശ്വാസം വിടാൻ കഴിയൂല എന്ന കാര്യം ഉറപ്പായി. ഇതന്നെയാണ് മുതൽ, ഇതന്നെയാണ് ദുരഭിമാനം. ചില പള്ളി പ്രസിഡന്റ് ആയതുകൊണ്ട് നമുക്ക് സ്വാലിയാകാൻ കഴിയില്ല. അപ്പോൾ പഠിച്ചോ നമ്മൾ അടുത്ത ജനറൽ ബോഡിയിൽ മാനം കെടുത്തു. നമുക്കങ്ങട്ടെ മാനം കെട്ടി ജനങ്ങൾ പുറത്താക്കണവരെ അതോട്ട് വിടൂല. കുരങ്ങ് നീർക്കൊല്ലം പിടിച്ച മാതിരി പ്രസിഡന്റായി നടക്കും. ഈ പ്രസിഡന്റായി സ്വർഗത്തിലെത്താനോട് കഴിയൂല. മനസ്സിലായോ? അപ്പൊ അല്ലാഹു തആല എന്ത്? അത് അള്ളാന്റെ ഒരു പ്രകൃതി ചികിത്സ. എന്ത്? ജനറൽ ബോഡിയാണ് കൂടി. ജനറൽ ബോഡി കൂടിയപ്പോൾ അവനെ എല്ലാവരും പുറത്താക്കി, മാനം കിട്ടും. മനസ്സിലായോ? നാട്ടുകാർ കൂടി കൊടുത്ത് മുഴുവനും ഏത് ശാസ്ത്രം സ്വന്തം വകയും പങ്കീസും വലുപ്പത്തരവും പറഞ്ഞു നടന്നിരുന്ന ഇവന് മനുഷ്യന്മാരെ മുന്നിൽ ഇറങ്ങാൻ പറ്റാതെ. അപ്പൊ ഇവനാണ് ചെറുതായി, ഇവനാണ് ചുരുങ്ങി. പൊരയിലെത്തിയാൽ പൊരേനെ ചിലപ്പോൾ പെണ്ണുങ്ങൾ വരെ കളിയാക്കും. വലിയ ആളായി നടന്ന ആളാ.
നാട്ടുകാരെ മുഴുവനും മാനം കെടുത്തൽ സഹിക്കാം, പെണ്ണുങ്ങളെ മാനം കെടുത്തൽ സഹിക്കാൻ കഴിയില്ല. ഓളെ മുന്നിലും തോറ്റു. പക്ഷെ ഇനി പാഞ്ഞു പോകാൻ വേറെ സ്ഥലമില്ല. മനസ്സിലായി പറഞ്ഞത്? 245 365 ഷുഗറാ. നീ എവിടുക്കാ പറയുന്നത്? പണ്ടാണെങ്കിൽ ഗൾഫിൽ പോയോക്ക, ഗൾഫിലും സ്വീകരിക്കൂല. ബെന്തായി മാനം കെട്ട് പെണ്ണുങ്ങളെയും കുട്ടികളെയും ചീത്തയും കേട്ടാടി ഇരുന്ന് അപ്പനാണ് നന്നായി. അപ്പൊ മനസ്സിലായി ഞാൻ അതിന് മാത്രമൊന്നും ഇല്ല. അപ്പൊ നന്നായി. അള്ളാഹുവിലേക്ക് എടുത്തു. വസ്തുത പറഞ്ഞ എന്താ? ഇങ്ങനെ പൊന്തിച്ച് നടക്കണ്, ഇങ്ങനെ വെച്ചാളാം. എന്നിട്ട് അള്ളാഹുവിലേക്ക് എടുത്തോ. അപ്പൊ ഇങ്ങനെ നടന്ന് അള്ളാഹുവിലേക്ക് എടുക്കാൻ കഴിയൂല എന്നർത്ഥം. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ഞാൻ പുതിയൊരർത്ഥം പറഞ്ഞു. എന്തിന്? ഏതാ സുഹൃത്ത്? ഏതാ സുഹൃത്ത്? ഏതാ സുഹൃത്ത്? أرأيت الذي ينهى عبدا إذا صلى أرأيت إن كان على الهدى أو أمر بالتقوى أرأيت إن كذب وتولى ألم يعلم بأن الله يرى كلا لئن لم ينته لنصفعا بالناصية ناصية كاذبة خاطئة فليدع ناديه سندع الزبانية كلا لا تطعه واسجد واقترب كلا വേണ്ട വേണ്ട മനുഷ്യ വസ്ജുദ് തല താഴ്ത്തിക്കള. ശിരസ് താഴട്ടെ. ഏതുവരെ? ശിരസ് താഴട്ടെ. ഏതുവരെ? ശിരസ് താഴട്ടെ. ഏതുവരെ? വസ്ജുദ് എന്ന് പറയുന്ന അർത്ഥം പറയടൂ. എന്തിനാ വന്നിരിക്കണ്? വസ്ജുദ് എന്ന വാക്കിന്റെ അർത്ഥം ശിരസ് നെറ്റി താഴട്ടെ. ഏതുവരെ? ഇതുവരെ. സുജൂദ് എന്നോട് ഇങ്ങോട്ട് പറയണ. സുജൂദിന്റെ അർത്ഥമല്ലേ ചോദിച്ചേ? വസ്ജുദ് നെറ്റി താഴട്ടെ, ശിരസ് താഴട്ടെ. ഏതുവരെ? ഭൂമിയോളം പറയടാ. എന്തിനാണ് രാവിലെ വന്നിരിക്കണ? പടച്ച തമ്പുരാൻ ബസാർത്ത് നൽകാതെ എന്ത് തലയെ കിട്ടിയിട്ട് എന്താ കാര്യം? സുജൂദിന്റെ അർത്ഥം എന്താണ്? ശിരസും താഴ്ത്ത. ഏതുവരെ? പറയടാ. ഭൂമിയോളം. വഖ്തരിബ്. അപ്പോൾ നീ റബ്ബിലേക്ക് അടുത്തോ. ഇങ്ങനെ നടന്നിട്ട് എന്താക്കാൻ കഴിയില്ല? അള്ളാഹുവിലേക്ക് എടുക്കാൻ കഴിയില്ല. ഇങ്ങനെ നടന്നവനെ വിമർശിച്ചുകൊണ്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. അങ്ങനെ ഇയാളെ വിമർശിച്ചോളാം ഈ സൂറത്ത് തുടങ്ങുന്നത്. ഏതരംഗം? ഏതരംഗം? ആ സൂറത്തിന്റെ സബബ് നുസൂൽ പറയും രണ്ടാം ഭാഗത്തിൽ. ഇഖ്റാ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ ഇഖ്റാ വറബ്ബുക്കൽ അക്രമുൽ ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഇതാണ് ജബലിൻ നൂറിൽ ഹിറായിൽ നിന്ന് കിട്ടിയത്. അടുത്തത് كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك الرجعى. ഇതാരെ പറ്റി ഇറങ്ങിയതാ? അബൂജഹലിനെ പറ്റി ഇറങ്ങിയതാ. ഏതാ രംഗം? ഷാമിൽ കച്ചവടം ചെയ്ത് വരുമ്പോൾ അവന് വലിയ സമ്പത്ത് കിട്ടി. വലിയ സമ്പത്ത് കിട്ടിയപ്പോൾ അവൻ കുതിരപ്പുറത്ത് കയറി കോടതൻ മുകളിൽ എന്ന് മോയിൻകുട്ടി വജീർ പറഞ്ഞതുപോലെ വലിയ കുതിരപ്പുറത്ത് കയറി ഒരു വലിയ ആടയാഭരണം ഷാമിൽ നിന്ന് വാങ്ങി. വലിയ ഒരു സ്വർണ്ണമാല, വലിയ ചൊങ്കന, വലിയ ചുർക്കന. ആര്? കുതിരപ്പുറത്തിരുന്ന് കുതിര ഇങ്ങനെ നല്ല മുത്തുള്ള ഒരു കുതിര രണ്ട് ഭാഗത്ത് തുള്ളുന്നതിനനുസരിച്ച് ഇവന്റെ നെഞ്ചിലും വയറ് വരെ നീണ്ടു കിടന്ന ആ വലിയ തോടയാഭരണം ഇവന്റെ നെഞ്ചിലും വയറിലും ഇങ്ങനെ തുള്ളിക്കളിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കിന്ന് അധികമായി കിട്ടിയ ലാഭം കൊണ്ട് വാങ്ങിയതാണിത്. ഇത് മതിയാകും എനിക്ക് മുഹമ്മദിനെ തകർക്കാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇറങ്ങിയ സൂറത്താണ് എന്ത്? കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ. മനുഷ്യൻ ധിക്കാരിയായിത്തീരുന്നത് മുതൽ കൂടുമ്പോഴാണ്. മനസ്സിലായില്ല? ആരെ പറ്റിയാ? അവന്റെ ശിരസ് ഇങ്ങനെയാ. ഈ സൂറത്ത് അവസാനിക്കുന്നവിടെ ഇന്ന് കൂടെ വരി ഒരു ബോധമുള്ള ഒരു മനുഷ്യനെങ്കിലും നിങ്ങളെ കൂട്ടത്തിലില്ലേ?
മനസ്സിലാവുകൊണ്ട് പറഞ്ഞത് ഇത് വളരെ ചിന്തിച്ച് അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. എന്താ ഈ സൂറത്തിൻ്റെ ഒരു എവിടുന്നത് അതിൻ്റെ പെർഫെക്ഷൻ എവിടുന്നാണ് ഈ സൂറത്ത് വരുന്നത്? അവനെ വിമർശിച്ചു. കല്ലാ ഇന്നൽ ഇൻസാന ലയത്വാ അർആഹു ഇസ്തഗ്നാ. കല്ല ഇന്നൽ ഇൻസാന ലയത്വാ. വേണ്ട മനുഷ്യൻ ധിക്കാരിയായി തീരുകയാണ്. എപ്പോൾ? അർആഹു ഇസ്തഗ്നാ, അമിതമായി സമ്പത്ത് കാണുമ്പോൾ. അബൂജഹൽ ധിക്കാരിയാകാൻ കാരണം എന്താ? സാധാരണ കവിഞ്ഞ പറ ലാഭം കിട്ടി. അപ്പൊ എന്തായി? വലിയ ഒരു ആടയാഭരണം വാങ്ങി കഴുത്തിലിട്ടു. എനിക്ക് ഇന്ന് അമിതമായി ഏറെ കിട്ടിയ ലാഭം മതിയാകും മുഹമ്മദിനെയും കൂട്ടരെയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തകർക്കാൻ എന്ന് പറഞ്ഞ് കുതിരപ്പുറത്ത് ഇങ്ങനെ ഇരുന്ന് മേപ്പെട്ട് നോക്കി വന്നു. മരുഭൂമിയിലൂടെ കുതിര ഓടിക്കുമ്പോൾ ഒരു പ്രത്യേകമായ ചലനവും പ്രത്യേകമായ ഒരു ആംഗ്യമൊക്കെ ഉണ്ടായിരുന്നു ഇവന്റെ നടത്തത്തിനും ഇവന്റെ ഇരിപ്പിനും ഇവന്റെ കുടയുടെ തുള്ളിപ്പിക്കലിനൊക്കെ. മനസ്സിലായില്ലേ? കല്ല ഇന്നൽ ഇൻസാന ലയത്ഗാ റആഹു ഇസ്തഗ്നാ. എത്ര നീ പോയാലും ഇന്ന ഇലാ റബ്ബിക റുജ, ഒരിക്കൽ നിന്നെ റബ്ബ് തിരിച്ചു കൊണ്ടുവരും. ഇപ്പം നിന്നെ തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ഇപ്പം റബ്ബിൽ നിന്ന് വളരെ അകലെ. ശരി, സൂറത്ത് അവസാനിച്ചതോ? വസ്ജുദ് വഖ്തരിബ്. വസ്ജുദ്, ശിരസ് താഴ്ത്തിക്കോ. വഖ്തരിബ്, റബ്ബിലേക്ക് അടുത്തോ. വഖ്തരിബ്, റബ്ബിലേക്ക്. അർത്ഥം പറയാ, ആർക്കാ നിനക്ക് അർത്ഥം അറിയാത്തത്? വഖ്തരിബ്, റബ്ബിലേക്ക് അടുത്തോ. വസ്ജുദ്, ശിരസിനെ താഴ്ത്തിക്കോ. എത്ര പേരെ? എന്റെ അപ്പുറത്തേക്ക് ഇല്ലല്ലോ. മനസ്സിലായോ പറഞ്ഞത്? ചിലപ്പോൾ പടച്ചോൻ നമ്മൾ പള്ളി പ്രസിഡന്റ് ആയിരിക്കും, നമ്മളെ നാശാക്കും. എന്തിന്? അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടമുണ്ടാവും. നമ്മൾ ഉമ്മാന്റെ സ്വീകരിച്ചിട്ടുണ്ടാവും. പടച്ചോൻ എൻ്റെ കുട്ടി മരിക്കുമ്പോൾ നാശാകരുതേ, അവജനങ്ങളിൽ മാനം കിട്ടും. മനസ്സിലായോ പറഞ്ഞത്? ഇതുപോലെ 5 മീറ്റർ ഉപകരിച്ചില്ല, 3.25 മീറ്റർ ആയപ്പോ ഉപകരിച്ചു, അത് പോയി. മനസ്സിലായോ പറഞ്ഞത്? പള്ളി കമ്മിറ്റിന് പുറത്തായി. പിന്നെ സ്കൂളിലെ വീഡിയോ കമ്മിറ്റിയിൽ ഇങ്ങനെ വലിയ ആളായി നടന്നിരുന്നു. ഇതൊക്കെ അറിഞ്ഞപ്പോൾ എല്ലാം കൂടി മാഷം എല്ലാവരും കൂടി മുആമറത്ത് കൂടിയിട്ട് പ്രത്യേക ഗൂഢസംഘം കൂടിയിട്ട് അവിടുന്ന് പുറത്താക്കി. മർച്ചന്റ് അസോസിയേഷന്റെ സെക്രട്ടറി ആയിരുന്നു. എന്നെ അത് പോയി എന്നറിയില്ല. അക്കൊല്ലം അതും പോയി. ഞായറാഴ്ചപ്പോൾ അങ്ങാടിക്ക് ഇറങ്ങാൻ മാനം കെട്ട് പരിഹരിരുന്നപ്പോൾ മർച്ചന്റ് അസോസിയേഷൻ കൂടി പുതിയ സെക്രട്ടറി തിരഞ്ഞെടുത്തു. മനസ്സിലായില്ലേ? ഒന്നുമില്ല. അവസാനം കക്കൂസിന്റെ സെക്രട്ടറി വരെ ആകാൻ കഴിയാതെ. മനസ്സിലായോ? ഒക്കെ പോയപ്പോയോ എല്ലാം പോയപ്പോ ഇവൻ അങ്ങനെ വെട്ടി, പഠിച്ചോനെ വെട്ടി. അപ്പൊ ഒറിജിനൽ ആളായി. ഇപ്പൊ 110 കിലോ 65 കിലോ ആയി. മനസ്സിലായോ? പൊരയിലിരുന്നാൽ കുട്ടിയൊക്കെ പിന്നെ വിമർശിക്കാൻ പറ്റാത്തോണ്ട് വിമർശിക്കൂല. പെണ്ണുങ്ങൾ എന്താണ് വിമർശിക്കും? വലിയ ആളായി നടന്നാല് എന്തൊരു കാര്യം. എന്റെ പൊരയൊക്കെ ഒരു കല്യാണത്തിന് വരാൻ മൂപ്പർക്ക് കമ്മിറ്റി പോകാം. ഇപ്പോഴോ കമ്മിറ്റി ഇല്ല, യോഗമല്ല, എവിടുക്ക പോകണം. ഇനിയിപ്പോ തൽക്കാലം നിങ്ങൾ പോരേണ്ടയില്ല. നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന് എൻ്റെ കാക്കാരിനെ കളിയാക്കും. ഒക്കെ പോയില്ലേ, ഇപ്പൊ വരാനായല്ലോ. നിങ്ങൾ ഇപ്പോഴും വരണ്ട. മനസ്സിലായില്ല? പണ്ട് നിങ്ങൾ പ്രസിഡന്റ് ആയ മേൽക്കാലത്ത് നിങ്ങൾ വിളിച്ചപ്പോൾ നിങ്ങൾ വന്നില്ല. ഇപ്പൊ ഏതായാലും നാട്ടുകാരൊക്കെ നിങ്ങൾ പുറത്താക്കിയ സ്ഥിതിക്ക് ഇനി എൻ്റെ പേരെയൊക്കെ നിങ്ങളെയും കൊണ്ടിച്ചെന്നാൽ എനിക്ക് മാനക്കണം. അപ്പൊ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ കല്യാണത്തിനായപ്പോൾ ഇവൻ അവിടെ ബീഡി മത്സരിക്കേണ്ടി വന്നു. അപ്പോൾ ഓനെ തിരിഞ്ഞു. ഓൻ ഈ ബീഡിക്ക് മാത്രമേ ഉള്ളൂ. നന്നായി. മനസ്സിലായോ? അതാ ഞാൻ പറഞ്ഞു, ചിലതൊക്കെ നമ്മളെ തടിമന്ന് പോകണം, അപ്പോൾ നന്നാവുള്ളൂ. അല്ലാതെ 110 കിലോ നിലനിർത്തിയും കൊണ്ട് മൂക്കിലെ ചൂള ക്ലിയറാക്കൽ ഡോക്ടർക്ക് കഴിയൂല. അത് മാത്രം അങ്ങോട്ട് പറയരുത്. മനസ്സിലായോ? ഒരു നിലക്കും വിട്ടിയാണ്. എൻ്റെ ഒരു 15 ദിവസം പ്രകൃതി ചികിത്സയിൽ കടന്നപ്പോഴത്തിന് 65,000-75,000 ഉറുപ്പിയും പോയി, 10-25 കിലോ ഇറച്ചിയും പോയി. അവനെ ഇറച്ചിയും കളഞ്ഞ് തടിയും പടക്കായി ഒക്കെ കഴിഞ്ഞ് നേരെ ഓട്ടോറിച്ച വിളിച്ച് പെരീക്ക് തിരിച്ചു വന്ന് നോക്കുമ്പോ പിന്നെ പരിചയമുള്ള ഓട്ടോറിച്ചക്കാരാ, നിങ്ങൾ തന്നെയല്ലേ കവളൊക്കെ ഒറ്റ ഒട്ടിയല്ലോ, നിങ്ങൾ ഹാജിർക്കൊക്കെ നിങ്ങൾ തന്നെയല്ലേ എന്ന്. മനസ്സിലായില്ലേ? ഓട്ടോറിച്ചക്കാരനെ വരെ തിരിച്ചറിയില്ല കവളൊക്കെ നന്നായതാണ്. എന്തുകൊണ്ട്? ശ്വാസത്തിനൊരു സുഖമുണ്ട്. നേരത്തെ ഉള്ളത് ഒറിജിനൽ കവിളായിരുന്നില്ല, അതിൻ്റെ ഉള്ളിൽ പലജാതി കെമിക്കൽസ് കയറി കൂടിയതാണ്. അതൊക്കെ പുറത്തു പോകണം. പുറത്തു പോകേണ്ടത് പുറത്തു പോകണം. ദുരഭിമാനങ്ങൾ പുറത്തു പോകണം. ദുർവാസനകൾ പുറത്തു പോകണം. അപ്പോൾ അതിന് എന്നാലേ റബ്ബിലേക്ക് അടുക്കുകയുള്ളൂ. അപ്പൊ റബ്ബ് എന്ത് ചെയ്യും? റബ്ബ് ചില സമയത്ത് നമ്മളെ ശിക്ഷിക്കും. എന്തിനെ? രക്ഷിക്കാൻ വേണ്ടി. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സോർ നാമീം പറയാം. അല്ലാഹു നമ്മളെ തൗഫീഖ് തരട്ടെ.